കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിനകത്ത് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി വരാൻ സർവശക്തനായ ദൈവം ഈ സൂം മീറ്റിംഗായി ഈ യൂട്യൂബിലത്തെ ലൈവായി ഒക്കെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അവസരങ്ങൾ നൽകുമ്പോൾ അതിനകത്ത് കർത്താവിന് തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ ആജ്ഞ കൊണ്ട്, തൻ്റെ വചനം കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഉണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാക്കുകൾക്ക് അളവ് കൂടാതെ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. വചനത്തിന് അളവ് കൂടാതെ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വാക്കുകൾക്കും നമ്മുടെ ജീവിതത്തിൽ അളവ് കൂടാതെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. കാരണം വചനം വാക്കാൽ ആണ് ഉളവായത്. വചനം വാക്കാൽ ആണ് ഉളവായത്. അത് സ്പിരിറ്റിലാണ് തൻ്റെ മക്കൾക്ക്, തൻ്റെ അഭിഷിക്തർക്ക്, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടത് എങ്കിലും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വാക്ക് എന്ന അന്തസ്സത്ത വലിയ ക്രിയേഷൻ ഭൂമിയിൽ ചെയ്തതുപോലെ വാക്കിന് പ്രവർത്തിക്കുവാൻ ഉള്ള ശക്തി ദൈവം തന്നെ അതിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. ഇന്ന് ഈ കേൾക്കാൻ പോകുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമാകുന്ന ഈ സന്ദേശത്തിലൂടെ, ഈ വാക്കിലൂടെ ദൈവം നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ, നിങ്ങൾ ഇതിനു മുൻപേ കേട്ട ചില വാക്കുകൾക്കും മീതെ നിൽക്കുന്ന, ആലോചനകൾക്ക് മീതെ നിൽക്കുന്ന അത്ഭുതകരമാകുന്ന വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വാക്കിലൂടെ, ശക്തിയിലൂടെ, ആജ്ഞയിലൂടെ വെളിപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ആ വാക്കിനോട് ചേരുന്ന ദൈവമക്കളെല്ലാം ആമേൻ എന്ന് പറയുകയും കഴിയുന്നവർ താഴെ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. വാക്കിൻ്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അദൃശ്യ രൂപമാണ്. വാക്കിന് അർത്ഥമുണ്ടാകുന്നത് അതൊരു വ്യക്തി കേൾക്കുകയും ആ വ്യക്തി അതിനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. ചില വാക്കുകൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചാൽ കേൾക്കാമെന്നേ ഉള്ളൂ, എന്നാൽ അതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല. എൻ്റെ തലച്ചോറിന് അതിൻ്റെ അറിവില്ല, കഴിവില്ല, എനിക്ക് ഐഡിയ ഇല്ല. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അതുപോലെ വാക്കുകൾ വെറും വാക്കുകളായി നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിന് ക്രിയ ചെയ്യുന്നതിന്, പ്രവർത്തിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഒരു വാക്ക് ഒരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയുകയാണെങ്കിൽ അത് ഏതർത്ഥത്തോടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നോ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും. എന്നാൽ ഇന്ന് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട്, ബൈബിളിൽ നിന്നെടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നെഗറ്റീവായി നിൽക്കുന്ന വാക്കുകളെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ ടേബിളിൽ എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമാകുന്ന വസ്തുക്കൾ കൊണ്ടുവച്ച് നിറയ്ക്കാൻ സാധിക്കും. അതിപ്പോൾ എനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കൊണ്ട് എൻ്റെ ഈ ടേബിളിൽ വെച്ച് അതിനൊരു സ്പേസ് ഉണ്ടാക്കി ഇട്ടേക്കുമ്പോൾ എൻ്റെ മക്കൾ ഇവിടെ ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കൾ കൊണ്ട് ഇവിടെ നിറച്ചാൽ, അവരുടെ ടോയ്സ് കൊണ്ട് ഇവിടെ നിറച്ചാൽ, എനിക്കിപ്പോൾ ആ വസ്തു വേണ്ട എന്ന സത്യം എനിക്കറിയാം. എങ്കിലും ആ സാധനത്തെ ഞാൻ നീക്കം ചെയ്യാത്ത പക്ഷം എൻ്റെ ടേബിൾ എപ്പോഴും കൺജസ്റ്റഡ് ആയിരിക്കും, എപ്പോഴും ഞെരുങ്ങിയതായിരിക്കും. എനിക്കൊന്നും എടുത്ത് വെക്കാൻ ഒരു സ്ഥലം തികയാത്തതുപോലെ, ഒരു ഫ്രീഡം കിട്ടാത്തതുപോലെ, ആകെ മൊത്തം ഇങ്ങനെ ഒരു കൺസിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ആയിരിക്കും. അപ്പോൾ എന്തോ ചെയ്യണം ഞാൻ? എനിക്ക് ലഭിക്കുന്ന ഗൈഡൻസ് അനുസരിച്ച്, ബുദ്ധി അനുസരിച്ച് ആവശ്യമില്ലാത്തത് എൻ്റെ ടേബിളിൽ നിന്ന് നീക്കണം. ഇത് കാണുന്ന ടേബിളിൽ നിന്ന് എനിക്ക് നീക്കാൻ കഴിയും, കാരണം ഞാൻ കാണുന്നല്ലോ. അതുകൊണ്ടാണ് എനിക്കിവിടെ റിമോട്ട് വെക്കാൻ സ്ഥലമില്ലാത്ത, എനിക്ക് മൗസ് വെക്കാൻ സ്ഥലമില്ലാത്ത. എനിക്ക് ചിലത് നീക്കിയാൽ എനിക്കിതൊക്കെ വെക്കാൻ പറ്റും. എന്നാൽ കാണാത്ത ഇടങ്ങളിൽ ഞാൻ ഇതുപോലെ കൺജഷൻ അനുഭവിക്കുകയാണെങ്കിൽ,
കാണാൻ കഴിയാത്തൊരു മേഖലയിൽ ഞാനൊരു ഞെരുക്കം അനുഭവിക്കുകയാണെങ്കിൽ, എനിക്കൊരു മൂവ്മെൻറ്റ്സിനൊരു ഫ്രീഡം കിട്ടുന്നില്ലെങ്കിൽ, എനിക്ക് ചിലതൊക്കെ ആക്ട് ചെയ്യണമെന്നുണ്ട്, എന്നാൽ അതിന് പറ്റുന്നില്ലെങ്കിൽ, എനിക്ക് ചിലതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ അതിനെ ഒന്ന് ആത്മീയമായി സ്കാൻ ചെയ്ത് നമ്മുടെ ടേബിൾ ഫ്രീ ആണോ അതോ വേണ്ടാത്ത ചിലത് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ എന്ന് പരിശോധിച്ച് അത് സ്പിരിറ്റ് ഗൈഡൻസ് അനുസരിച്ച് ചിലത് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലത് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തുടങ്ങും എന്നോട് പറയുന്നു, ചിലർക്ക് പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അത് തൊഴിലിൻ്റെ പ്ലേസ്മെൻ്റ് ആകാം, നിങ്ങളെന്ന വ്യക്തിയെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ പ്ലേസ്മെൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ ദർശനത്തിൻ്റെ പ്ലേസ്മെൻ്റ് ആയിരിക്കാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്ലേസ്മെൻ്റ് ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തടസ്സങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് തൻ്റെ വാക്കിനാൽ, തൻ്റെ കൽപ്പനയാൽ, ആജ്ഞയാൽ ഇന്ന് റിമൂവ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചില തടസ്സങ്ങൾ നേരിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ദൈവം എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉപജീവന മേഖലകളിൽ പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, യാത്രകളുമായി ബന്ധപ്പെട്ട് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ, എന്താണെന്നറിയാത്ത നിലയിൽ, പൈസയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു മൂവ്മെന്റിനെ തടയുന്ന ചില കൺജഷൻസ്, ബ്ലോക്കായി നിൽക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഗതി മാറ്റി വിടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഗതി മാറ്റിവിടും. ഇന്ന് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവിൻ്റെ വാക്ക് നിങ്ങളുടെ മേലൊരു പ്രവൃത്തിയായി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളുടെ മേലൊരു പ്രവൃത്തിയായി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ ആജ്ഞ നിങ്ങളുടെ മേൽ ഒരു ജയമായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വാക്കുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നാണെങ്കിലും അവയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിവിടാൻ കഴിയും. വാക്കുകൾക്ക് ഇപ്പം നമ്മൾ എടുക്കുന്ന വാക്കാണെങ്കിലും എടുക്കാത്ത വാക്കാണെങ്കിലും, രണ്ടും പറയണം. എടുക്കുന്ന വാക്കാണെങ്കിലും എടുക്കാത്ത വാക്കാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിവിടാൻ കഴിയും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ, അത് നമ്മുടെ കാതുകൊണ്ട് കേട്ടാലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഒന്നുമല്ല. അനുഭവസ്ഥനാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ കേൾക്കണമെന്നുമില്ല, നമ്മൾ വിശ്വസിക്കണമെന്നുമില്ല. അത് നമുക്ക് നേരെയാണ് ടാർജറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ മൊബൈലിൽ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് തല്ലുന്നത് കണ്ടു. ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അടുത്തൊരു റീലിലേക്ക് നിങ്ങൾ ചാടിപ്പോയി എന്ന് വെച്ചോ, കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്കത് വല്ലാത്തൊരു അസ്വസ്ഥത നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ബന്ധുവായിട്ടാണോ, ആ വ്യക്തി നിങ്ങളുടെ ആരേലും ആയിട്ടാണോ, നിങ്ങളുടെ പ്രദേശത്ത് നടന്നൊരു കാര്യമായിട്ടാണോ, നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ അതിനകത്തുണ്ടായിട്ടാണോ? ഒന്നുമല്ല. അപ്പം അതിന് നമ്മളെ ആ ഒരു റീലിന്, ആ ഒരു ഇൻസിഡൻറ്റിന് നമ്മുടെ ഇമോഷൻസിനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ, ചിലതൊക്കെ നമ്മളുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ചില വാക്കുകൾ, ചില ഇമോഷൻസ്, ചില ഇമ്പാക്റ്റുകൾ, ചില എനർജീസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാഴ്ത്തുവാൻ കഴിയും. ഇതുപോലെയാണ് വാക്കിൻ്റെ കാര്യത്തിൽ. വാക്കുകൾ കണ്ടുപിടിക്കാൻ കഴിയത്തില്ലെങ്കിലും, അല്ലെങ്കിൽ വാക്കുകൾ ഒരു അദൃശ്യമാകുന്ന ഒന്നാണെങ്കിലും, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അത് അദൃശ്യമാണ്. എന്നാൽ അത് നിങ്ങൾക്ക് ഓഡിയബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നതുപോലെ അത് അദൃശ്യമാണെങ്കിലും അതിന് ചില അദൃശ്യ ശക്തികൾ അതിൻ്റെ മേൽ ഉണ്ട്. വാക്കിന് അദൃശ്യ ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 14-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 5-ാമത്തെ
4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, 18-ാമത്തെ സദൃശവാക്യം അതിൻ്റെ 4 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഒഴുക്കുള്ള തോടും ആകുന്നു. ഇനി അവിടുന്ന് നേരെ നമ്മൾ 6-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോഴോ, മൂഢന്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു, അവൻ്റെ വായ് തല്ല് വിളിച്ചു വരുത്തുന്നു. അപ്പൊ വായ്ക്ക് ചിലതിനെ വിളിച്ചു വരുത്തുവാൻ ഉള്ള ശക്തിയുണ്ട്. അത് തല്ലും വിളിച്ചു വരുത്താം, തലോടലും വിളിച്ചു വരുത്താം. അത് ആരുടെ വായാന്ന് പറയുന്നത്? മൂഢന്റെ അധരങ്ങളാണ്. അപ്പൊ മൂഢൻ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, അധരങ്ങൾ എന്നുള്ളത് എടുത്താൽ, തല്ല് എന്നൊരു വാക്ക് മാറ്റിയാൽ വിളിച്ചു വരുത്തുന്നു എന്നൊരു പദം എടുത്താൽ, അധരങ്ങൾ വിളിച്ചു വരുത്തുന്നു. അധരങ്ങൾ വിളിച്ചു വരുത്തുന്നു. അധരം എവിടെയും പോയി ഒന്നും വിളിച്ചു വരുത്തുന്നില്ല, എന്നാൽ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വിളിച്ചു വരുത്തുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നൊന്നൊരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അധരങ്ങൾ കൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് യേശുവിൻ നാമത്തിൽ വിളിച്ചു വരുത്തുവാൻ കഴിയും. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ വലിച്ചടിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതിനെ വിളിച്ചു വരുത്തുവാൻ കഴിയും യേശുവിൻ നാമത്തിൽ. ചില വ്യക്തികളുടെ വാക്കുകൾ നിങ്ങൾക്ക് പ്രതികൂല കോട്ടകൾ സൃഷ്ടിച്ചെങ്കിൽ, അതിനേക്കാൾ അഭിഷേകമുള്ള നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പ്രതികൂല കോട്ടകളെ വാക്കുകൾ കൊണ്ട് ഇടിച്ചു തകർക്കുവാൻ കഴിയും. ആമേൻ പറയാൻ കഴിയുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയും വിടുതലുകൾക്ക് വേണ്ടി കാംക്ഷിച്ചിരിക്കുന്ന ചില ദൈവമക്കളുടെ മേൽ ആത്മാവിന്റെ തീ ഈ പകലിൽ ഇറങ്ങുകയാണ്. ആമേൻ. Glory to God. മൂഢന്റെ വായ് അവന് നാശം, അവന്റെ അധരങ്ങൾ അവന്റെ പ്രാണന് കെണി. അപ്പൊ ഈ വാക്യം ഞാൻ എടുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിനയാണെന്നും കെണിയാണെന്നും, ചിലർ നമ്മളെ ശപിച്ചതിൻ്റെയും പ്രാഗിയതിൻ്റെയും ശപഥമിട്ടതിൻ്റെയും ഒക്കെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് ഒരു കൂട്ടർ കരുതിയിരിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജ്ഞാനിയായി ദൈവം ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് തന്നെ പലപ്പോഴും അജ്ഞാനത്തിൻ്റെ, ജ്ഞാനമില്ലായ്മയുടെ, ബുദ്ധിയില്ലായ്മയുടെ, പ്രാണനെ കെണിയിലാക്കുന്നതായ ചില പദങ്ങളും നിഷേധാത്മകമാകുന്ന വാക്കുകളും നമ്മുടെ അധരത്തിലൂടെ പലപ്പോഴും പുറത്തു വരാറുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇപ്പം എന്നെ കേൾക്കുന്നതെന്ന് പറഞ്ഞാലും ചില വാചകങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നാൽ ശരിയാണല്ലോ, ഇങ്ങനൊരു സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പൊട്ടിക്കാനുള്ളത് ഈ 2 വാക്കുകളാണ്. എന്നെ കൊണ്ട് തന്നെ എൻ്റെ വായിലൂടെ ഇമോഷണലി പറയിച്ച ചില നെഗറ്റീവ് വാക്കുകളും, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഇമോഷൻസിൽ നിന്ന്, അതൊരു അസൂയയാകാം, അല്ലെങ്കിൽ കുശുമ്പാകാം, അല്ലെങ്കിൽ പ്രതികാരമാകാം, വഞ്ചനയാകാം, ചതിയാകാം, എന്താണെങ്കിലും അവരുടെ ഇമോഷൻസിൽ നിന്ന്, അവരുടെ വായിലൂടെ, അവരുടെ ചിന്തകളിലൂടെ നമുക്ക് എഗെയിൻസ്റ്റായിട്ട്, നമുക്കെതിരായിട്ട് പറഞ്ഞ ചില നിഷേധാത്മകമാകുന്ന വാക്കുകളും ഒരുപോലെ ഇന്ന് പൊട്ടിച്ചെങ്കിൽ മാത്രമേ പുതുവർഷത്തിൽ, പുതിയ മാസത്തിൽ, ഈ പുതിയ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് ആ നിലയിൽ ദൈവം സ്വതന്ത്രമാക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഒരു രോഗമാണെങ്കിൽ നിങ്ങളെ ചികിത്സിച്ചു മാറ്റാം. ഒരു മുഴയാണെങ്കിൽ നിങ്ങളെ പ്രാർത്ഥിച്ച് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു മാറ്റാം. ഒരു മുറിപ്പാടാണെങ്കിൽ അതിന്മേൽ എണ്ണ വെച്ച് പ്രാർത്ഥിച്ച് പൂശി നിങ്ങളെ സൗഖ്യമാക്കാം. ഒരു തലവേദനയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റെന്താണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അതൊരു പൈശാചികമാകുന്ന അറ്റാക്ക് ആണെങ്കിൽ പോലും നമുക്ക് ആ ചേഷ്ടകൾ കാണുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, രീതികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് അതിനെ ശാസിച്ചു മാറ്റുന്ന വാക്ക് എന്ന ഒരു കോട്ട, വാക്ക് എന്ന ഒരാത്മീയ ആയുധം, രഹസ്യ ആയുധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ നിന്ന് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാനൊക്കത്തില്ല, നമുക്കതിനെ തൊടാനൊക്കത്തില്ല. എന്നാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധാത്മാവിൻ്റെ
ജ്ഞാനം ഉപയോഗിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വിവേകം ഉപയോഗിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നമുക്ക് ചിലത് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലൊന്ന് അസസ് ചെയ്ത് ജീവിതത്തിൻ്റെ മേഖലകളിൽ വാക്കുകൊണ്ട് എല്ലാം കർമ്മങ്ങൾ കൊണ്ടല്ല ബന്ധിക്കപ്പെടുന്നത്, എല്ലാം കൂടോത്രമല്ല, എല്ലാം ക്ഷുദ്രപ്രവൃത്തിയല്ല, എല്ലാം കൈവിഷമല്ല. എന്നാൽ ഇതിനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ക്ലിയർ ചെയ്താലും ചില മേഖലകളിൽ ഇങ്ങനെ കിടന്ന് ആടി ഉലയുന്നതിൻ്റെ പിന്നിൽ വാക്ക് എന്ന ഒരു രഹസ്യ ആയുധം, വാക്ക് എന്നൊരു രഹസ്യ ചങ്ങല എവിടെയോ മറഞ്ഞു കിടന്ന് ഹുക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇന്ന് കർത്താവ് ചിലരെ അതിനകത്തുനിന്ന് സ്വതന്ത്രമാക്കുമെന്ന് ആത്മാവ് എനിക്ക് തെളിവായി ഉറപ്പ് തരുന്നു. അതിൻ്റെ അകത്ത് നിന്നൊരു വിടുതല. ഇന്ന് നമുക്കൊരു വിടുതല. എത്ര പേർ പറയും ഇന്ന് നമുക്കൊരു വിടുതല? ഇന്ന് കർത്താവ് ചിലതൊക്കെ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. ഞാൻ ഒരു ദൂത് പറയുക, ചിലരുടെ കേസ് ഡയറി ഇന്ന് ദൈവം റീ ഓപ്പൺ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറയുന്നു, കഴിഞ്ഞ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, കേസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ അടച്ച ചില ഫയലുകൾ ആത്മാവ് എന്നോട് പറയുന്നു ഇന്ന് ദൈവം റീ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളുടെ കേസ് ചിലർ ഏറ്റെടുത്തിട്ട് ഇതിലിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അടച്ചു വെച്ചതിനെ ദൈവത്തിന്റെ ആത്മാവ് റീ ഓപ്പൺ ചെയ്യാൻ പോകുവാണ്. ഈ കേസ് ദൈവത്തിന്റെ ഏജൻസി ഏറ്റെടുക്കാൻ പോകുവാണ്. അതാര് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തയാണേലും, ആര് വാദിച്ചിട്ട് നടക്കാത്തയാണേലും, ആരിടപെട്ടിട്ട് നടക്കാത്തയാണേലും, ദൈവാത്മാവ് പറയുന്നു ദൈവത്തിന്റെ ജ്ഞാനമുള്ള വായിലെ വാക്ക് ആഴമുള്ള വെള്ളം എന്നതുപോലെ ഇന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് ചിലർക്കുള്ള നീതി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ആമേൻ. In the name of Jesus Christ. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കർത്താവിനോട് പറയുന്നു റീ ഓപ്പൺ ചെയ്യുന്ന ഒരു ദിവസം. താങ്ക് യു ഗാഡ്. റീ ഓപ്പൺ ചെയ്യുന്ന ദിവസം. മോനെ, നിന്റെ സ്പിരിറ്റ് ദൈവം റീ ഓപ്പൺ ചെയ്യും. നിന്റെ അഭിഷേകം തമ്പുരാൻ റീ ഓപ്പൺ ചെയ്യും. നിന്റെ ആത്മാവിനെ ദൈവം റീ ഓപ്പൺ ചെയ്യും. ചെയ്യും. എന്റെ വായിൽ ഇങ്ങനത്തെ വാക്ക് വരണമെങ്കിൽ ഇതിനെതിരെയുള്ള വാക്ക് ഇതിന്റെ മറയിൽ കിടപ്പുണ്ടെന്നുള്ളത് അതിന്റെ മീനിങ്. ഹൗ ഗ്ലോറി. എന്റെ വായിൽ ഇങ്ങനെയുള്ള പദങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇതിനെതിരെയുള്ള വാക്ക് മറഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് ആ മീനിങ്. ഞാൻ ഇവിടുന്ന് അയക്കുന്ന വേർഡ് അത് അതുപോലെ കൊള്ളേണ്ടടുത്ത് കൊള്ളും, അത് ചെയ്യേണ്ടത് ചെയ്യും, തുറക്കേണ്ടത് തുറക്കും. നോക്കിയിരിക്കുന്നവന്റെ കണ്ണിൽ വെളിപ്പെടും, കണ്ണടച്ചിരിക്കുന്നവൻ്റെ മാറിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. ദൈവം റീ ഓപ്പൺ ചെയ്യൂ എന്ന് പറഞ്ഞാൽ റീ ഓപ്പൺ ചെയ്യും. ബർത്തിമായിയുടെ കണ്ണ് അടഞ്ഞ കണ്ണ, കുരുടായ കണ്ണ. താൻ പാർത്ത ഗവൺമെന്റ് റെക്കോർഡ്, താൻ പാർത്ത രാജ്യത്തിന്റെ ഗവൺമെന്റ് റെക്കോർഡിൽ ബ്ലൈൻഡ്സ് എന്നുള്ള ഒരു പേരാ കിടക്കുന്ന, ബ്ലൈൻഡ് മാൻ എന്ന പേരാ കിടക്കുന്നത് ബർത്തിമായിയെ കുറിച്ച്. കാരണം എന്താ? അന്ധൻ. വല്ല ക്ഷേമ പെൻഷനും കിട്ടുമോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഗവൺമെന്റ് റെക്കോർഡിൽ ഈ മനുഷ്യൻ അന്ധനാണ്. ഇന്ന് അന്ധനാണ്, നാളെ ഈ മനുഷ്യന്റെ കണ്ണു തുറക്കുമെന്നൊരു പേര് അവിടെ ഇല്ല. അങ്ങനൊരു കാറ്റഗറി ഇല്ല. ഒന്നുകിൽ അന്ധൻ അല്ലെങ്കിൽ കാഴ്ചയുള്ള മനുഷ്യൻ, ഒന്നുകിൽ ബധിരൻ അല്ലെങ്കിൽ കേൾവിയുള്ള മനുഷ്യൻ, ഒന്നുകിൽ മുടന്തൻ വികലാംഗൻ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ പോലെ നടക്കുന്ന മനുഷ്യൻ. അല്ലാതെ ഇന്ന് മുടന്തൻ നാളെ ചികിത്സിച്ച് സൗഖ്യമാകുമ്പോൾ നല്ല മനുഷ്യൻ, നോ, അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാറ്റഗറി ഉണ്ടാക്കാൻ, ഇല്ലാത്തടുത്ത് പുതിയ ഒരു കാറ്റഗറി ഉണ്ടാക്കാൻ, ഇല്ലാത്തടുത്ത് പുതിയൊരു വഴിയെ തുറക്കാൻ, ഇല്ലാത്തടുത്ത് പുതിയൊരു ആശയം കൊണ്ടുവരാൻ, ഇല്ലാത്തടുത്ത് പുതിയൊരു അവയവം കൊണ്ടുവെക്കാൻ, ഇല്ലാത്തടുത്ത് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ, യേശുവിന്റെ നാമത്തിൽ 2025 1-ാം മാസം ഇല്ലാത്തത് 12-ാം മാസം കൊണ്ടുവെക്കാൻ, 26-ൽ 1-ാം മാസം ഇല്ലാത്തത് 3-ാം മാസം കൊണ്ടുവെക്കാൻ, അല്ല ഏത് മാസമാണോ ഈ സന്ദേശം കേൾക്കുന്നത് ആ മാസം ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയാത്ത ഇടത്ത് എന്റെ ദൈവരാജ്യത്തിന്റെ ഗവൺമെന്റിന് സാധിക്കും. ആമേൻ. പറയാനുള്ളവർ, കഴിയുന്നവർ പറയട്ടെ, അതുപോലെ സംഭവിക്കും. ആമേൻ. ബർത്തിമായിയുടെ കണ്ണ് യേശുവിനെ കാണുമ്പോൾ തുറക്കുന്നൊന്നും ഒരു റെക്കോർഡ്സിലും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ
യേശുവിനെ കണ്ടതാ എൻകൗണ്ടർ. ഇന്ന് ഞാനൊരു ദൂത് പറയാം. ഇന്ന് ഈ മീറ്റിങ്ങിലെ വന്ന് മുട്ടിയില്ലേ, വന്നൊന്ന് കണക്റ്റ് ആയില്ലേ, ഇതാണ് എൻകൗണ്ടർ. അല്ലാതെ പാസ്റ്റർ ക്രിസ് നിങ്ങളെ നേരി കാണും, തലേ കൈവെക്കും, നിങ്ങൾ ആത്മവിവശതയിൽ പോവും. അത് മാത്രമല്ല എൻകൗണ്ടർ. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ, ആമേൻ, ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ സംഭവിക്കട്ടെ. പക്ഷെ തമ്പുരാൻ വെക്കുന്ന ചില എൻകൗണ്ടറുകളിൽ വന്ന് പെടാനും വേണം വാക്കിനെ ജയിക്കാനുള്ളൊരു അഭിഷേകം. ചില വാക്കുകളാ മോനെ ചില എൻകൗണ്ടറുകളെ തടയുന്നത്. ചില വാക്കുകളാ സഹോദര ചില എൻകൗണ്ടറുകളെ മുടക്കുന്നത്. ചില വാക്കുകളാ കുഞ്ഞെ ചില യാത്രകളെ മുടക്കുന്നത്. ചില വാക്കുകളാ കുഞ്ഞെ ചില ശുശ്രൂഷകളെ തടയുന്നത്. എന്നാൽ അതിനെ മറികടക്കാനും വേണം ഒരു നിലപാട്. നിലപാടുകളുള്ളവനെ ദൈവം മാനിക്കുന്നു. ചിലർക്ക് ഒരു നിലപാടുമില്ല, ഒരു നിലപാടുമില്ല. ചിലർക്ക് ഒരു നിലപാടുമില്ല. പാസ്റ്റർ ഒന്ന് വന്നായിരുന്നെങ്കിൽ, തലയിലൊന്ന് കൈവച്ച് ഉന്തിത്തള്ളി ഇട്ടായിരുന്നെങ്കിൽ, എൻ്റെ മേലുള്ള ബാധയൊന്ന് പോയായിരുന്നെങ്കിൽ. കുഞ്ഞ്, നിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടേ ദൈവം കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഹല്ലേലൂയ. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയും, നിങ്ങളുടെ നിലപാടുകളും ആശയങ്ങളും ചിന്തകളും വിശ്വാസങ്ങളും അകത്തുനിന്നുള്ള പ്രതികരണങ്ങൾക്കകത്തും നിലവിലുള്ളതിൽ നിന്ന് വ്യത്യാസം സംഭവിക്കുന്നില്ലെങ്കിൽ സാഹചര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ഇരിക്കും. അതിശക്തമായ ആത്മീയ പോരാട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. ഈ മീറ്റിംഗ് ഇതിനകത്ത് ലൈവുകൾ വരാത്തതും സൂമിൽ ലൈവ് ഇല്ലാത്തതിൻ്റെ ഒക്കെ പിന്നിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആത്മീയ പോരാട്ടം, അല്ല വേറൊന്നുമല്ല. അതിനകത്ത് ഞങ്ങളെടുത്തൊരു നിലപാട്, അതിനകത്ത് ഞാൻ സ്വീകരിച്ചൊരു നിലപാട്, ആ നിലപാടാണ് ഇന്ന് ഈ ലൈവ് ഇതിനകത്ത് നടക്കാൻ കാരണം. നിലപാടുകളോട് ദൈവം, ഹല്ലേലൂയ. ചിലർ ആരംഭിച്ചെടുത്ത് തന്നെ അവസാനിക്കും. നിലപാടുകളിൽ മാറ്റമില്ല, ചിന്തയിൽ മാറ്റമില്ല, സ്വഭാവത്തിൽ മാറ്റമില്ല, വാക്കുകളിൽ മാറ്റമില്ല, പ്രവൃത്തിയിൽ മാറ്റമില്ല, ഒന്നിലും ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഞാൻ അനുഗ്രഹിക്കപ്പെടണം, ഞാൻ എൻ്റെ കുഞ്ഞ്, എന്നെയും എൻ്റെ കുഞ്ഞിനെയും പറഞ്ഞ് അങ്ങനെ നമ്മൾ കുരിശു വരച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരൂല്ല. നമുക്ക് പിന്നെ ഒരു ആശ്വാസം, കുരിശു വരച്ചല്ലോ. നോ മോനെ, ക്രൂശിന്റെ വരയിലല്ല, ക്രൂശിന്റെ ശക്തിയിലാണ് കാര്യങ്ങൾക്കകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ക്രൂശിന്റെ വരയിലല്ല, ക്രൂശിന്റെ ശക്തിയിലാണ് കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം വരുന്നത്. ക്രൂശിന്റെ വചനത്തിനകത്തു കൂടെയാണ് കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം വരുന്നത്. ഒരു ക്രൂശ് ഇവിടെ കൊണ്ട് നാട്ടിയാൽ അത് അവിടെ ഇരിക്കും. പക്ഷേ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ദിശ തിരിച്ചുവിട്ടാവുണ്ടല്ലോ, പിന്നെ നിനക്ക് ഫീൽ ഫ്രീ ആയിട്ട് നടക്കാം. കാരണം ക്രൂശിന്റെ ശക്തി, കാരണം രക്ഷിക്കപ്പെടാനുള്ളവ മാത്രമേ ക്രൂശിലേക്ക് തിരിയുള്ളൂ. അല്ലെങ്കിൽ അവൻ അതൊരു അടയാളമായി മാത്രം കാണും, അതൊരു രക്ഷയുടെ ചിഹ്നമായി മാത്രം കാണും. നോ, രക്ഷയുടെ ചിഹ്നം എന്ന നിലയിൽ നിന്ന് അതെൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും എന്നുള്ള നിലയിലേക്ക് നീ ആ ക്രൂശിന്റെ അനുഭവത്തിലേക്കൊന്ന് കയറിയാൽ, ആ ക്രൂശിന്റെ ശക്തിയിലേക്കൊന്ന് കയറിയാൽ, ആ റെവലേഷനിലേക്കൊന്ന് കയറിയാൽ, അത് നിന്റെ ദിശ മാറ്റും. രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ ക്രൂശിന്റെ ആ ഒരു വെളിപ്പാടിലേക്ക് തിരിയാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ക്രൂശ് എന്ന് പറയുന്നത് ഭയങ്കര സഹനത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. സഹനങ്ങളൊക്കെ ഉണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പൈശാചിക അറ്റാക്കുകളുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിലപാട് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. യെസ്, ആത്മീയമായി മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ ഈ സന്ദേശം കേൾക്കുന്നത്? സ്പിരിച്വലി വളരെ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലാണോ? സ്പിരിച്വലി എന്തൊക്കെയോ ഒരു നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലാണോ? ഇനി എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ ഒരു ചിന്തയും ഇല്ല എന്നുള്ള ഒരു അനുഭവത്തിലാണോ? എനിക്കിനി ആരും ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ല എന്നുള്ളൊരു അനുഭവത്തിലാണോ? മടുത്ത അനുഭവത്തിലാണോ? ദൈവം ദിശ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ദിശ മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിലപാടുകൾ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ദൈവം തയ്യാറാണ്, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വാക്ക് ദിശ മാറ്റും. വാക്ക് ദിശ മാറ്റും. ദൈവത്തിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളിത് എൻ്റെ ഒരു പ്രസംഗ രൂപത്തിലായിരിക്കാം കേൾക്കുന്നത്, പക്ഷേ തമ്പുരാൻ്റെ വാക്കുകളായിട്ടാണ് ഇത് നിങ്ങളുടെ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂഢന്റെ വായ് അവന് നാശം. അപ്പോൾ നിങ്ങൾ ആരാ? നിങ്ങൾ ചിന്തിക്കുക. ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദഭോജനം പോലിരിക്കുന്നു, അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ,
അവിടെ നമ്മൾ താഴേക്ക് വായിക്കുന്ന സമയത്താണ് നമുക്കവിടെ കാണാനായി കഴിയുന്നത് 21-ാമത്തെ വാക്യത്തിൽ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാനൊരു ദൂത് പറയട്ടെ, ഈ വാക്യം ഒന്ന് നിങ്ങളൊന്ന് കണ്ണ് തുറന്നൊന്ന് വായിച്ചേ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കും. നമ്മൾ ഈ വാക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ അടുത്ത വാക്ക് നമ്മൾ കുറച്ചേ കേട്ടിട്ടുള്ളൂ. എന്തുവാ? അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ഇത് നിങ്ങൾ പറ, ഏത് ഫലം നിങ്ങൾക്ക് വേണം? ജീവന്റെ ഫലം വേണോ, മരണത്തിന്റെ ഫലം വേണോ? ജീവന്റെ ഫലം വേണോ, മരണത്തിന്റെ ഫലം വേണോ? ഞാൻ പറയും, മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന ജീവന്റെ ഫലമാണ് എനിക്ക് വേണ്ടത്. കാരണം ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായ അതിനകത്ത് എനിക്കൊരു ഉൾപ്രേരണ ലഭിക്കുന്നതനുസരിച്ച് മരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ മരണം സംഭവിച്ച, വാഗ്ദത്തങ്ങളിൽ മരണനിഴൽ തട്ടിയ, ബന്ധങ്ങളിൽ മരണനിഴൽ തട്ടിയ, ജീവിതത്തിൽ മരണനിഴൽ തട്ടിയ, ബുദ്ധിയിൽ മരണനിഴൽ തട്ടിയ, ഓർമ്മശക്തിയിൽ മരണനിഴൽ തട്ടിയ, ആരോഗ്യത്തിൽ മരണനിഴൽ തട്ടിയ, ചുറുചുറുക്കിലും ഉന്മേഷത്തിലും യുവത്വത്തിലും സൗന്ദര്യത്തിലും പോലും മരണനിഴൽ തട്ടിയ ആരെങ്കിലും ഒക്കെ ഈ മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു, നീ തിരഞ്ഞെടുക്കുന്ന ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാ. നിങ്ങൾ ഏറ്റെടുത്തോണ്ടിരിക്കുന്ന ഈ സമയം, നിങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം, നിങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യാൻ നിൽക്കുന്ന ഈ ഒരു വേർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. എനിക്ക് ജീവന്റെ ഫലം വേണമെന്ന് പറയുന്ന ഇടത്ത് ഈ പറയുന്ന കേസ് ഡയറികൾ ദൈവം തുറക്കും. ഈ പറയുന്ന കാര്യങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടും. നിന്റെ ഓർമ്മശക്തിയിൽ വർധനവ് നടക്കും, നിന്റെ ബുദ്ധിയിൽ വർധനവ് നടക്കും, മിനിസ്ട്രി ഷാർപ്പാകും, ആത്മജീവിതം തുറന്നു കിട്ടും, വരങ്ങൾ തുറന്നു കിട്ടും, സമ്പത്തിന്റെ മേലുള്ള മരണക്കെട്ടുകൾ പൊട്ടും. In the name of Jesus, നീ മരണനിഴലിൽ കിടക്കാനുള്ളവനല്ല, ജീവന്റെ തുടിപ്പിൽ എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ളവനാണെന്നുള്ള ബോധ്യം നിന്റെ ബുദ്ധിമണ്ഡലത്തിലേക്ക് ദൈവം പകർന്നു തരും. In the name of Jesus. ചിലരെ വാക്കുകൊണ്ടങ്ങ് അടച്ചു വീടിനകത്തിട്ടേക്കുക, ചിലരെ വാക്കുകൊണ്ട് പറഞ്ഞങ്ങ് കെട്ടിയിട്ടേക്കുക. നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ? ചിലരെ ഇന്ന് ശോഭിച്ചാൽ പിന്നെ 10 ദിവസം വെള്ളം കിട്ടാതെ നിൽക്കുന്ന ഒരു പുഷ്പം പോലെ ഇരിക്കും, വാടിയിരിക്കും. ഇന്ന് ശോഭിച്ചു, ഏവന്റെയോ വാക്ക് വന്ന് അറ്റാക്ക് ചെയ്തതാ, പിന്നെ അണഞ്ഞ ഒരു പൂ പോലായി. എന്നാൽ അതിനകത്തുനിന്നൊരു വിടുതൽ വേണം. ഒന്ന് ഞായറാഴ്ച ചർച്ചിൽ പോയിട്ട് വന്നാൽ മതി, അടുത്ത ഞായറാഴ്ച വരെ പിന്നെ കെട്ടപ്പെട്ടൊരവസ്ഥയാ. എന്താ? ചിലതൊക്കെ വന്ന് അങ്ങ് ബാധിക്കുക. ഒന്ന് കല്യാണത്തിന് നല്ല രീതിയിൽ പോയച്ചും വന്നാൽ മതി, പിന്നെ തലയെടുക്കാൻ വയ്യ, കാലെടുക്കാൻ വയ്യ, നടുവെടുക്കാൻ വയ്യ, വല്ലാത്തൊരു അങ്ങ് കെട്ടപ്പെട്ടൊരവസ്ഥയാ. ഒന്ന് ആരെങ്കിലും നോക്കിയാൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുളിച്ച് സുന്ദരനായി തലയൊക്കെ ഒന്ന് ചെയ്യി പൗഡറൊക്കെ ഒന്ന് ഇട്ട് ഒരു നല്ല ഷർട്ടും ഒക്കെ എടുത്തിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട് അകത്ത് കയറിയാൽ മതി. പിന്നെ നമ്മൾ വാടിയ ചീര പോലെ ഐസ് വാട്ടർ കൊണ്ടൊഴിച്ചാലും അങ്ങനെ ഇരിക്കും. വാടിയ ചീര, കോട്ട തകർക്കണ്ടേ? വേണ്ടടാ, ദൈവം പോലും ഇല്ല എന്ന് പറയുന്നവൻ അവിടെ പയറ് പോലെയും തെങ്ങ് പോലെയും അവിടെ നിൽക്കുക. പക്ഷെ ദൈവമേ വിളിച്ചുകൊണ്ട് നടക്കുന്നവൻ വീട്ടിൽ വാടിയ ചീര പോലെ. എലിയാവേ, നീ അങ്ങനെ ചൂരച്ചെടിയുടെ തണലിൽ കയറി കിടക്കേണ്ടവനാണോ? അങ്ങനെ ചില വാക്കുകൾ നിന്നെ ഭരിക്കാമോ? അങ്ങനെ ചില ഭീഷണികൾ നിന്നെ ഭരിക്കാമോ? അങ്ങനെ ചില ദൃഷ്ടികൾ നിന്നെ ബാധിക്കാമോ? അങ്ങനെ ചില വാക്കുകൾ നിനക്ക് നേരെ വില്ലുകുലയ്ക്കാമോ? അങ്ങനെ ചില ആലോചനകൾ നിന്നെ ബാധിക്കാമോ? അങ്ങനെയാണ് എങ്കിൽ ഞാൻ എനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കണം എന്ന ഒരു ബോധ്യമാണ് ഞാൻ വാക്കുകളിലൂടെ പ്രസ്താവിക്കുകയും ദൈവിക സുരക്ഷിതത്വം എൻ്റെ മേൽ ആക്കുകയും ചെയ്യുന്നത്. അതാണ് ഏലീശായിക്ക് ദൈവം കൊടുത്തത്, ഏലിയാവിനില്ലാതിരുന്നതും എന്നാൽ ഏലീശായിക്ക് ഉണ്ടായിരുന്നതുമാകുന്ന അഗ്നിരഥ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണം. ഏലിയാവ് ചോദിച്ചതാണ്.
എനിക്ക് ദൈവത്തിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസിനെ വേണം, എനിക്ക് ദൈവത്തിൻ്റെ ഏഞ്ചൽസിനെ വേണം. കുഞ്ഞെ, നിനക്ക് ചെകുത്താനെ വേണമെങ്കിൽ ചെകുത്താനെ നിന്റെ കൂടെ നിർത്താം, ദൂതന്മാരെ വേണമെങ്കിൽ ദൂതന്മാരെയും നിന്റെ കൂടെ നിർത്താം. അത് നിങ്ങളുടെ വായിലെ വാക്കുകൾ തീരുമാനിക്കും. ആമേൻ. നിങ്ങളുടെ വായിലെ വാക്കുകൾ തീരുമാനിക്കും. നിങ്ങൾ ഏത് തകർന്ന അവസ്ഥ ആയിക്കോട്ടെ കേട്ടോ, നിങ്ങൾ ഇനി എത്ര വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഈ വിശ്വസിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നാലും ശരി, നിങ്ങൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത്, ഇന്നത്തെ ഈ വേർഡ് നിങ്ങളിൽ ക്രിയ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ നിലപാടുകളാണ്. ദൈവം ആദ്യം ഒരു വ്യക്തിയുടെ നിലപാടുകളെയാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി സൗഖ്യമാകണം. ആ മനുഷ്യന് സൗഖ്യമാകാനുള്ള വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് ആ മനുഷ്യന് നിലപാടുകൾ മാറിയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പം എനിക്ക് തലവേദനയാണ്, എനിക്കൊരു പാസ്റ്റർ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ വലിയ പാസ്റ്ററാന്ന് പറഞ്ഞ് കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു, പുള്ളി വന്ന് പ്രാർത്ഥിക്കട്ടെ എന്നുള്ള രീതി ഞാൻ ഇവിടെ ഇരിക്കും, എനിക്ക് ഒരു റിയാക്ഷനും ഇല്ല എന്ന് വെച്ചോ. പുള്ളി വന്ന് പ്രാർത്ഥിക്കും, പുള്ളിയുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും, അദ്ദേഹം പോവുകയും ചെയ്യും, എൻ്റെ തലവേദന അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ എനിക്ക് അതൊന്ന് സൗഖ്യമാകണം കർത്താവേ, എൻ്റെ മേൽ കിടക്കുന്നതിനേക്കാൾ വലിയ പകർച്ച എൻ്റെ മുമ്പിൽ അയച്ചിരിക്കുന്ന അഭിഷിക്തനുണ്ട്. ആകയാൽ ആ മനുഷ്യൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് സൗഖ്യമാകണമേ, ഞാൻ ആകും, എന്നെ ആക്കണമേ. ഈ നിലപാടിലാണ് മറ്റവൻ്റെ പിടിയുടെ ബലം കുറയുന്നതും ഈ മനുഷ്യൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എൻ്റെ മേൽ ക്രിയ ചെയ്യുന്നത്. മനസ്സിലാവുന്നു? നിലപാട് മാറണം. ഹല്ലേലൂയ. നമുക്ക് വലിയ പെരുപ്പിച്ച ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് ചെകുത്താൻ പേടിച്ച് പോകത്തൊന്നുമില്ല. നമുക്ക് ഭയങ്കര വാക്ചാതുര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ വാക്കുകൾ കൊണ്ട് സാത്താനെ നമുക്ക് കൊല്ലാനും പറ്റത്തില്ല. നമ്മളെല്ലാവരും മാനിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് നമുക്ക് വലിയ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചെകുത്താൻ തൻ്റെ പണി ചെയ്യാതിരിക്കത്തൊന്നുമില്ല. എന്നാൽ എവിടെ താഴ്മയുള്ളൊരു ഹൃദയവും ദൈവത്തെയും ദൈവത്തിൻ്റെ ആലോചനകളെയും സ്വീകരിക്കുവാൻ പക്വതയുള്ളൊരു മനസ്സുമുണ്ടോ, അവിടെ ദൈവത്തിന് ചെയ്യാൻ അസംഖ്യം കാര്യങ്ങളുണ്ട് കേട്ടോ. ചില വീട്ടിലൊന്നും ദൈവപ്രവൃത്തി നടക്കാത്തതിൻ്റെ കാരണം ഇങ്ങനൊരു ഹൃദയം ആ വീടിനെ ഭരിക്കുന്നത് കൊണ്ടാണ്. ചില വ്യക്തികളുടെ ജീവിതത്തിലൊന്നും ഇടപെടൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം അമ്മ കരയാത്തോണ്ടല്ല, മക്കളുടെ ഹൃദയങ്ങൾക്കകത്ത് ഇങ്ങനൊരു ഹൃദയം അവരെ ഭരിക്കുന്നത് കൊണ്ടാണ്. ചില വീടുകൾക്കകത്തൊന്നും ദൈവിക സമാധാനം നിൽക്കാത്തതിൻ്റെ കാരണം അവിടെ ആർക്കും ദൈവവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഹൃദയങ്ങളിൽ ഭരിക്കുന്ന ചില ചിന്തകളാണ്, ചില വാക്കുകളാണ്, ആലോചനകളാണ്, ആശയങ്ങളാണ്, അഹങ്കാരമാണ്, നിഗളമാണ്. ഹേയ്, താഴ്ന്ന നിലത്തെ വെള്ളം ഓടത്തുള്ളൂ എന്ന് പഴമക്കാർ പറയുന്നതും താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുന്നു എന്ന് ദൈവവചനത്തിനകത്തുകൂടെ പറയുന്നതും ഇതാണ്. കൃപ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയും ചില പ്രതിസന്ധികൾക്കകത്ത് പിടിച്ചു നിൽക്കാനുള്ള ദൈവിക ആരോഗ്യവുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ ആ ഫലം, ജീവന്റെ ഫലം ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല. ജീവന്റെ ഫലം നമുക്ക് എടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പ്രാഗൽഭ്യം കൊണ്ട് കാര്യമില്ല. ഇവിടെ ചെയ്യാനുള്ളത് ദൈവത്തിന്റെ വാക്കിനും തൻ്റെ പരിശുദ്ധ റൂഹിനുമാണ്. നമുക്കറിയാം, മറ്റുള്ളവർ നമുക്ക് മേൽ പറഞ്ഞ ചില നെഗറ്റീവ് വാക്കുകൾ എന്നെ ഭരിക്കുന്നുണ്ട്. ഞാൻ നിലപാടെടുക്കണം അതിന് നേരെ. നമുക്കറിയാം, നീ ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ എങ്ങനെയാടാ ഈ വളർന്നു പോകുന്നതെന്ന് പറയുന്നവരുണ്ട്. അസൂയുള്ളവരുണ്ട്, കുശുമ്പുള്ളവരുണ്ട്, പ്രതികാരമുള്ളവരുണ്ട്, ചതി ഉള്ളിൽ നിരൂപിക്കുന്നവരുണ്ട്, നമുക്കെതിരെ പണി വെക്കുന്നവരുണ്ട്. നമുക്കറിയാം. എന്നാൽ എൻ്റെ വായിൽ തന്നിരിക്കുന്ന വാക്കിന് അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടതിനേക്കാൾ വലിയ ശക്തി. ഓ മൈ ഗോഡ്. ലൂസിഫർ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഞാൻ സിംഹാസനം വെക്കും, ഞാൻ അവിടെ ഇരുന്ന് അരുളും, ഞാൻ ഉത്തരദിക്കിനോട് അരുളും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, മഹത്വവും പ്രൈസിങ്ങും എല്ലാം എൻ്റെ പേർക്ക് ഞാൻ എടുക്കും. അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് കർത്താവ് സിംഹാസനത്തിൽ മിണ്ടാതെ ഇരുന്നെങ്കിൽ കർത്താവിൻ്റെ സിംഹാസനം താഴെ പോവുമായിരുന്നു, ലൂസിഫറിൻ്റെ സിംഹാസനം മേളിൽ കയറുമായിരുന്നു.
ഞാൻ പറയുന്നതിൻ്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എന്തുവാ പറയുന്നതെന്നുള്ളത് എനിക്ക് തന്നെ വലിയൊരു ആശ്ചര്യമായി ഇരിക്കുകയാണ്. കാരണം ഹോളി സ്പിരിറ്റ് ആ നിലയിൽ അതിശക്തമായി ഈ മീറ്റിങ്ങിനകത്തുണ്ട് എന്നുള്ളത് സ്പഷ്ടം. അത് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ നേരെ, നമുക്ക് നേരെ പറഞ്ഞതൊക്കെ മാറ്റിവെക്കുക, ദൈവത്തിൻ്റെ നേരെ മഹത്വം ചുറ്റിയിരിക്കുന്ന സിംഹാസനത്തിൻ്റെ നേരെ ആണ് ലൂസിഫർ ആ വാക്ക് പറയുന്നത്. ഓ ഗ്ലോറി, ഒന്ന് സ്തോത്രം ചെയ്തേ. പ്രബാലകർത്താവേ, ഒന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ ആ റെഫറൻസ് എടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച് അങ്ങ് പോകാം. ശംദേരിയാംധന റഗൽഖമാന റാൽഥോറിയാന്തര ലബൗഷസ് ലാംഥോര റബൗഷസി ആന്തര റബ റാൽഥോറിയാന്തര ലബൗഷസ് ഷൈഡൽ പ്രബോലിയാന്തര രഗർത്ഥന ശംദസ്. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. In the name of Jesus Christ. El bragoshes yantara laboshes. Larthena riamtara raboshes yandara lagarthana. Larthana rivel karmanasha seni digarthana shamdal. Larthana rigarte rigarthana shamdana. ലാർത്ഥേനി റിഗർത്തന ശബ്ദന റിഗൽക്കമാന. എനിക്കത് കിട്ടുന്നില്ല. അത് യെശയ്യാവിൽ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെശയ്യാവ് 14:13 വാക്യം ഒന്ന് എടുത്തു നോക്കി. യെശയ്യാവിൻ്റെ 14 അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ, യെസ്, ആമേൻ, കറക്റ്റ്. യെശയ്യാവിൻ്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 13 വാക്യങ്ങൾ നോക്കിക്കേ. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കു മീതെ വയ്ക്കും. ഉത്തര ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. മോനെ, എല്ലാ വാക്കും വാചകങ്ങളായി ശബ്ദരൂപേണ വായിൽ നമ്മൾ കേൾക്കണമെന്നില്ല, പറയണമെന്നില്ല, വെളിപ്പെടണമെന്നില്ല. അപ്പൊ ഹൃദയത്തിൽ പറയുന്ന ഒരു വാക്ക് പോലും ശക്തിയുള്ളതാണ് എന്നും ഹൃദയത്തിൽ നിരൂപിച്ച് കണക്കുകൂട്ടുന്ന ഒരു ചിന്ത പോലും വാക്കിന്റെ ഫലം ചെയ്യുമെന്നുള്ളതും അത് അത്ര സീരിയസ് ഇഷ്യൂ ആണെന്നുള്ളത് കൊണ്ടാണ് ദൈവം ഈ വാക്കിന് നേരെ റിയാക്ട് ചെയ്തത്. നമ്മളെയൊക്കെ കാണുന്ന എല്ലാവരുടെയും ഹൃദയം നല്ലതാണോ? നമ്മളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സ് നമുക്ക് അനുകൂലമാണോ? നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെയും കാതുകൾ അല്ലെങ്കിൽ ഉള്ള് നമുക്ക് അനുകൂലമാണോ? നമുക്ക് പറയാനൊക്കത്തില്ല, ആകണമെന്ന് ആഗ്രഹിക്കാനേ ഒക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ സിംഹാസനത്തിലെ തേജസ് കണ്ടപ്പോൾ, ദൂതന്മാർ ദൈവത്തിന് ചുറ്റും നിൽക്കുന്നത് കണ്ടപ്പോൾ, മേഘോന്നതങ്ങളിൽ ദൈവത്തിന് ആരാധനകൾ ഉയരുന്നത് കണ്ടപ്പോൾ ലൂസിഫർ വാ കൊണ്ട് പറഞ്ഞില്ല, ഹൃദയത്തിൽ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അതിൻ്റെ 11 വാക്യം നോക്കിക്കേ. 12 വാക്യം നോക്കിക്കേ. 12 വാക്യം, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? എങ്ങനെ വീണു? അവന്റെ വാക്കിനാൽ വീണു. എങ്ങനെ വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു? നിലത്ത് വീണു. എങ്ങനെ വെട്ടേറ്റു? വാക്കുകൊണ്ട് വെട്ടേറ്റു. ആരുടെ വാക്ക്? ദൈവത്തിന്റെ വാക്ക്. എങ്ങനെ വീണു? വാക്ക് നിമിത്തം വീണു. ആരുടെ വാക്ക്? അരുണോദയ പുത്രനായ ശുക്രന്റെ വാക്ക്, സാത്താന്റെ വാക്ക്, ലൂസിഫറിന്റെ വാക്ക് കൊണ്ട് അവൻ വീണു. ആരുടെ വാക്കിനാൽ വീണു? ദൈവത്തിന്റെ വാക്കെന്ന വാളിനാൽ വീണു. എന്താ അവൻ പറഞ്ഞത്?
ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കു മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്കു തന്നെ വീഴും. ഇത് അടുത്ത റെസ്പോൺസ് ആണ്, അടുത്ത റിയാക്ഷൻ ആണ്, ഇതൊരു ഡിഫെൻഡിങ് ആണ്. മോനെ, ചില വാക്കുകളെ, ചില നിഷേധാത്മകമായ വാക്കുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും, ചിലതൊക്കെ നമ്മളെ ഭരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും, ചിലതൊന്നും നമുക്ക് അനുകൂലമല്ല എന്നറിഞ്ഞിട്ടും, ചിലതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അതിൻ്റെ നേരെ റിയാക്ട് ചെയ്യാത്തതാണ് ആ പറഞ്ഞതുപോലെ, നിരൂപിച്ചതുപോലെ, ചിന്തിച്ചതുപോലെ നമ്മളെ സമ്മർദ്ദത്തിനകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ആരുടെയൊക്കെയോ ചിന്തയ്ക്കും, ആരുടെയൊക്കെയോ നിരൂപണങ്ങൾക്കും, ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾക്കും കീഴ്പ്പെടുത്തി കൊടുക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നിട്ടുണ്ടെന്ന്, നിങ്ങളുടെ മേൽ ദൈവം ഒരു കൃപ പകർന്നിട്ടുണ്ടെന്ന്, നിങ്ങളുടെ മേൽ ദൈവിക വിളിയുണ്ടെന്ന് എവിടെ തിരിച്ചറിയുന്നോ അവിടെയാണ് നിങ്ങൾക്കൊരു ജയം. അങ്ങനെയുള്ളവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കർത്താവിന്റെ സിംഹാസനത്തിന് നേരെ ടാർഗറ്റ് ചെയ്ത സാത്താനെ അടുത്ത സെക്കൻഡിൽ വെച്ചു വാഴിക്കുകയല്ല, അവസരം കൊടുക്കുകയല്ല, വെട്ടി മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തിന് നേരെ, പദവികൾക്ക് നേരെ, അഭിഷേകത്തിന് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ, സാമ്പത്തികത്തിന് നേരെ, തൊഴിലിന് നേരെ, ആരോഗ്യത്തിന് നേരെ, ആത്മീയ ജീവിതത്തിന് നേരെ, കുടുംബത്തിന് നേരെ, തലമുറകൾക്ക് നേരെ, ഭവനത്തിന് നേരെ, നിന്റെ മാനത്തിന് നേരെ തല ഉയർത്തി നിൽക്കുന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റ്. അതിനുള്ളൊരു ദൈവിക നിയോഗം ചിലരുടെ മേൽ സ്വർഗം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പറയും തേജസ്സുള്ള സിംഹാസനത്തിന്റെ നേരെ സാത്താൻ നെഗറ്റീവ് അയച്ചു വിടും. നിങ്ങളിരിക്കുന്ന പദവിയിൽ നിങ്ങൾ ശോഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പദവിയിൽ ഇരുന്ന് ഉറങ്ങിയാൽ കുഴപ്പമില്ല. നിങ്ങൾക്കൊരു സ്പിരിച്വൽ പൊസിഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു സ്പിരിച്വൽ റാങ്ക് ഉണ്ട്. ഇവിടെ ഈ ചെയറിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഈ ചെയറിൽ ഞാൻ ഇത് ഉറങ്ങാൻ, കൂർക്കം വലിക്കാനാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആത്മാവിന്റെ അസ്ത്രങ്ങളാണ് ഞാൻ ഇവിടുന്ന് എയ്ത് വിടുന്നെന്നുണ്ടെങ്കിൽ, എന്നാൽ അതിൻ്റെ നേരെ വെച്ചു വാഴിക്കുകയല്ല, വെട്ടി നിലത്തിടുക എന്ന ഒരു നിലപാട് ഞാൻ എടുക്കുന്ന പക്ഷം വരെ ഉള്ളൂ അവന്റെ ആയുസ്. ഏതൊരു പ്രതിസന്ധിക്കും, പ്രതികൂലത്തിനും, പൈശാചിക അറ്റാക്കിനും, ഏതൊരു നെഗറ്റീവ് വാക്കിനും, ഏതൊരു ദുഷ്ടകർമ്മങ്ങൾക്കും, കർത്തൃത്വങ്ങൾക്കും, വാഴ്ചകൾക്കും, അധികാരങ്ങൾക്കും ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു നിലപാടെടുക്കുന്നത് വരെ ആയുസുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെച്ചു വാഴിക്കാൻ തയ്യാറാണെങ്കിൽ പുള്ളി കയറി ഇരുന്ന് അത്താഴം ഉണ്ട് നമ്മുടെ കൂടെ വസിച്ച് അവന്റെ കാര്യവും ചെയ്തേച്ചിറങ്ങിപ്പോവും. ഹല്ലേലൂയ. പുതിയൊരു തീരുമാനം എടുക്കണം, പുതിയൊരു നിലപാടെടുക്കണം. ഇങ്ങനത്തെ ആത്മീയ ജീവിതം പോരാ. എൻ്റെ കർത്തവ്യങ്ങൾക്കകത്തൊരു വ്യത്യാസം വേണം, എൻ്റെ കർമ്മത്തിനകത്ത് എനിക്കൊരു വ്യത്യാസം വേണം, എൻ്റെ പ്രവൃത്തിയിൽ എനിക്കൊരു വ്യത്യാസം വേണം, എൻ്റെ അഭിഷേകത്തിൽ എനിക്കൊരു വ്യത്യാസം വേണം. 2020 അതേ അഭിഷേകം തന്നെ എനിക്ക് 25 പോരാ, 26 പോരാ എന്നൊരു ബോധ്യം നമുക്ക് വരണം. വന്നേ പറ്റൂ. ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേവൻ വന്ന് കയറി, അവൻ പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ നമ്മൾ ഡോറ് തുറന്നു കൊടുത്തില്ലെങ്കിലും അവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ഡോറ് തുറന്ന് കലത്തിന്ന് താനേ ചോറ് കോരിയിട്ട് കറിയും കോരി ഒഴിച്ച് താനേ കഴിച്ച് അത്താഴം കൊണ്ട് നമ്മുടെ കൂടെ വസിച്ച് കാര്യവും ചെയ്തേച്ച് അവൻ ഇറങ്ങിപ്പോകും. നമ്മൾ ആരും തുറന്നിട്ട് കൊടുക്കണ്ട. എന്നാൽ നിലപാടുകളോടെ തീയായി വീടിനകത്തിരിക്കുന്നവന്റെ വീടിനകത്ത് അവൻ എന്ത് ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചാലും കയറാനൊക്കത്തില്ല. കാരണം അഭിഷേകത്തിൽ നിൽക്കുന്നവൻ അനുനിമിഷം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഹൃദയത്തിൽ സാത്താൻ ചിന്തിച്ചതാ സ്വർഗം അറിഞ്ഞത്
ഹല്ലേലൂയ. ഹൃദയത്തിൽ സാത്താൻ നിരൂപിച്ചതാ സ്വർഗം അറിഞ്ഞത്. അവിടുന്ന് വെട്ടേറ്റു വീണു അരുണോദയ പുത്രനായ ശുക്രൻ. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ നിന്ന് വന്ന ചില വാക്കുകൾ നിന്റെ സിംഹാസനത്തെ പിടിച്ചിളക്കുന്നുണ്ടെങ്കിൽ, ചിലർ നിങ്ങളുടെ കാത് കേൾക്കപ്പറഞ്ഞ ചില ശാപവാക്കുകൾ, നീ തല ഉയർത്തത്തില്ലെന്ന്, നിന്റെ തല ഉയരുകയില്ലെന്ന്, അവമാനിക്കപ്പെടുമെന്ന്, നശിക്കുമെന്ന്, മണ്ണടിയുമെന്ന്, കയ്യിലുള്ളത് നഷ്ടമാകുമെന്ന്, തലമുറകൾ ഗതി പിടിക്കത്തില്ലെന്ന്, തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന്, രോഗബാധിതയായി തീരുമെന്ന്, സമ്പത്ത് ക്ഷയിച്ചു പോകുമെന്ന്, തിരികെ വരുമെന്ന്, വന്ന് മുട്ടുകുത്തുമെന്ന്, കണ്ണുനീർ വാർക്കുമെന്നൊക്കെ പറഞ്ഞ ചില ശാപവാക്കുകൾ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഈ ദിവസം ദൈവം അത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് മേൽ നിൽക്കുന്ന ഏത് ശാപവാക്കാണെങ്കിലും അതൊരു ആത്മീയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ നിന്നാണെങ്കിലും, അല്ലാത്ത ഒരു വ്യക്തിയുടെ മേൽ നിന്നാണെങ്കിലും, ദൈവമുള്ളവനിൽ നിന്നാണെങ്കിലും ദൈവം ഇല്ലാത്തവനിൽ നിന്നാണെങ്കിലും, ദൈവം നിനക്ക് വിരോധമായി പുറപ്പെട്ടത് നിന്റെ മേൽ നിൽക്കാൻ ഇനി അനുവദിക്കത്തില്ല. സ്വർഗം അത് ക്യാൻസൽ ചെയ്യും. സംഖ്യാപുസ്തകം പഠിക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിക്കകത്ത് അവർ കിടന്ന് അലയേണ്ടി വന്നത് അലയാൻ വേണ്ടി ദൈവം വിട്ടത് കൊണ്ടല്ല. അവരുടെ വായിന്ന് പുറപ്പെട്ട ഓരോ വാക്യവചനങ്ങൾക്കകത്തും അവരുടെ വായിന്ന് പുറപ്പെട്ട നെഗറ്റീവ് വാക്കുകളാണ് കാരണം. അവർ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവരെന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞോ, ദൈവം ഇല്ല എന്ന് പറഞ്ഞു, നമ്മൾ ഇരയാവൂന്ന് പറഞ്ഞു, മക്കൾ തീരുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ചാവൂന്ന് പറഞ്ഞു, ഇതെല്ലാം അവരുടെ മേൽ നടന്നു എന്ന് മാത്രമല്ല, ആദ്യ തലമുറ വാഗ്ദത്ത ദേശം കണ്ടില്ല. നമ്മുടെ വായിന്ന് തന്നെ പുറപ്പെട്ട നമ്മുടെ വികാരം കൊണ്ടാണ്, നമ്മുടെ നെടുവീർപ്പ് കൊണ്ടാണ്, നമ്മുടെ സങ്കടം കൊണ്ടാണ്, നമ്മുടെ വല്ലായ്മ കൊണ്ടാണ് നമ്മുടെ വായിന്ന് തന്നെ പുറപ്പെട്ട ചില നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ, ക്യാൻസൽ ആകട്ടെ, ക്യാൻസൽ ആകട്ടെ. അപ്പോൾ തന്നെ ചില നെഗറ്റീവ് വാക്കുകൾ മറ്റുള്ളവരുടെ അധരത്തിൽ നിന്ന് മാതൃതുല്യരായി, പിതൃതുല്യവരായി, സഹോദരതുല്യരായി, അയൽവാസികളിൽ നിന്ന്, സ്വന്തം സഭയിൽ നിന്ന്, ജനത്തിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം വ്യക്തിയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്നാകട്ടെ, നമുക്ക് വിരോധമായി ഉയർന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആക്കുന്നു. Come on. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും? യേശുവിന്റെ നാമത്തിലെ നെഗറ്റീവ് വാക്കിന്റെ കോട്ടകൾ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ നന്മയുടെ മേഖലയിൽ നിന്ന്, അനുഗ്രഹത്തിന്റെ മേഖലയിൽ നിന്ന്, ഉയർച്ചയുടെ മേഖലയിൽ നിന്ന്, വളർച്ചയുടെ മേഖലയിൽ നിന്ന്, അനുഗ്രഹത്തിന്റെ മേഖലയിൽ നിന്ന്, വഴിയിൽ നിന്ന്, എല്ലാ ദിക്കുകളിൽ നിന്ന് നെഗറ്റീവ് വാക്കിന്റെ സ്വാധീനത്തെ ക്യാൻസൽ ആക്കുന്നു. Come on. ആ ഡെലിവറൻസുകൾ നടക്കുകയാണ്. ചിലരെ പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങുകയാണ്, ചിലരെ ദൈവാത്മാവ് സ്പർശിക്കുകയാണ്. വാക്കെന്ന വള്ളി കൊണ്ട് നിന്നെ കെട്ടിയിട്ട അവസ്ഥയിലേക്ക് വാക്കെന്ന വാള് ദൈവം അയക്കുകയായി സെക്കൻഡിൽ. ഓ ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതലുകൾ, വലിയ ചൈതന്യം ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദാനത്തെ കാലതാമസം വെപ്പിക്കാൻ ആ പാളയത്തിനകത്തുള്ള ജനത്തിന് കഴിഞ്ഞു. ആ വരുന്ന 40 ലക്ഷത്തിൽ പരം ജനത്തിനകത്തുള്ള ചിലർക്ക് കഴിഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികളിൽ ഒരുത്തൻ നെഗറ്റീവായാൽ മതി, നമ്മളവിടെ നിലപാട് സ്വീകരിച്ചേ പറ്റൂ. നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി സ്പിരിച്വൽ അല്ലാതിരുന്നാൽ മതി, നമ്മൾ ഉണർന്നിരുന്ന് അതിനെതിരെ നിന്നേ പറ്റൂ. ഒന്നുകിൽ അവൻ സ്പിരിച്വൽ ആവണം, അല്ലെങ്കിൽ അവനിലുള്ള ആ ബാധ വിട്ടുപോകണം. ഇതേതെങ്കിലും ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. നമ്മളും പുള്ളിക്കൊത്ത് ഒഴുകുന്ന ആളാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമൊന്നും വീട്ടിൽ കാണൂല. അത് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ നമുക്ക് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. എന്നാൽ നമ്മൾ ചില മേഖലകൾക്കകത്ത്
നമ്മളൊരു മെല്ലെപ്പോക്ക് എന്ന ഒരു അവസ്ഥ നമ്മൾ വെക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചില മേഖലകൾക്കകത്ത് നമ്മൾ മെല്ലെപ്പോക്ക്. യബ്ബേസിന്റെ ജീവിതത്തിൽ അമ്മ യബ്ബേസിനിട്ട പേര് ദുഃഖം എന്നാണ്, അല്ലെങ്കിൽ വ്യസനപുത്രൻ എന്നാണ് യബ്ബേസ്. കാരണം ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു. ആരായിട്ടെ? അമ്മയായിട്ട്. അമ്മയാ പേരിട്ട്. മകന് നമ്മളിപ്പോൾ പേരെങ്ങനെ ഇടും? ഗ്ലോറി എന്നോ ഗ്രേസ് എന്നോ അങ്ങനെയൊക്കെയുള്ള നല്ല പേരുകളല്ലേ നമ്മളിടത്തുള്ളൂ. പക്ഷേ ഇവിടെ യബ്ബേസിന്റെ അമ്മ ഇട്ട പേര് നെഗറ്റീവ്, ദുഃഖം അല്ലെങ്കിൽ വ്യസനപുത്രൻ എന്നാണ്. ഇനി യബ്ബേസിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, അമ്മ തലയ്ക്ക് വെച്ചു കൊടുത്ത പേരും കൊണ്ട് ജീവിക്കാം. ദുഃഖം. നീ ആയുസ്സിൽ യബ്ബേസെ നീ ചിരിക്കത്തില്ല, നിനക്കെന്നും ആ പേരെ കാണും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ യബ്ബേസിന് എടുക്കാനുള്ളത്, ഈ പേര് മാറ്റുക. ഈ പേരുമായി ബന്ധപ്പെട്ട എല്ലാ കവനന്റും പൊട്ടിക്കുക. അതാണ് രണ്ടാമത്തെ നിലപാട്. ഇതാ ഞാൻ നിങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ മേൽ നിങ്ങളുടേതല്ലാത്ത, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചിലതൊക്കെ ചുമത്തി വെച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ മേൽ പറഞ്ഞിട്ടിട്ടുണ്ടാവും. ഒന്നുകിൽ അതും കൊണ്ട് മരണം വരെ ജീവിക്കാം, ഇല്ലെങ്കിൽ ഇതിനെ പൊട്ടിക്കാനുള്ളൊരു വെളിപ്പാടിലേക്ക് കടക്കാം. ഒന്നുകിൽ 2025 എങ്ങനെയോ അങ്ങനെ തന്നെ നമുക്ക് 2026 മുൻപോട്ട് പോകാം. അല്ലെങ്കിൽ 2026 കടക്കുന്നത് ജയത്തോടെ കടന്നിട്ട് ജയമല്ല, ജയത്തോടെ കടക്കുക. ഒന്നുകിൽ 2025 എങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാം. ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുപോലെ പുതിയ ചില തീരുമാനങ്ങളിലേക്ക് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളെന്ന വ്യക്തിയെ ദൂതൻ സ്വപ്നത്തിലൊന്നും വരില്ല, നമ്മൾ തന്നെ എനർജൈസ് ചെയ്ത് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. പുതിയൊരു കർത്തവ്യത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഒന്നുകിൽ തട്ടിയും മുട്ടിയും ഒക്കെ മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ തട്ടുമുട്ടുകൾ പൂർണ്ണമായി പരിഹരിച്ച് ജയത്തോടെ മുൻപോട്ട് പോകാം. യബ്ബേസ് അമ്മയിട്ട പേരിൽ ഒരു കാലം വരെ അദ്ദേഹം ജീവിച്ചു. ആ കാലത്തിൻ്റെ മധ്യ അദ്ദേഹത്തിന് ഒരു വെളിപ്പാട് കിട്ടി. എന്നെ ഈ അറ്റാക്ക് ചെയ്യുന്നതും എന്നെ ഈ ബാധിക്കുന്ന ഈ ദുഃഖവും, എത്ര സന്തോഷമുള്ളൊരു അനുഭവം വന്നാലും എൻ്റെ ഉള്ളിൽ എപ്പോഴും ദുഃഖം. എല്ലാവരും കൈകൊട്ടി ഡാൻസ് കളിക്കുമ്പോഴും ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് പോയി കപ്പൽ കമഴുന്നവനെ പോലെ കൈയും കെട്ടി നോക്കിയിരിക്കും. ഈ എത്ര പേർ ആർത്ത് സന്തോഷിക്കുന്ന ഒരു സഭയിൽ ചെന്നാലും നമ്മൾ എപ്പോഴും ഒരു വ്യസനപുത്രനെ പോലെ, നമുക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചിരിക്കാൻ പറ്റാത്ത, നമുക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സന്തോഷിക്കാൻ പറ്റാത്ത, നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും കൈ പിടിച്ച് കെട്ടിവെച്ച, നാവ് പിടിച്ച് കെട്ടിവെച്ച ഒരവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യബ്ബേസിനെ പോലെ എന്തുകൊണ്ട് എനിക്ക് മാത്രം എപ്പോഴും ഈ ദുഃഖം നോക്കിയപ്പോഴാണ് മനസ്സിലായി, വെളിപ്പാട് കിട്ടി, അമ്മ എനിക്ക് ഇട്ടതു തന്നെ യബ്ബേസ് എന്നാണ്. യബ്ബേസ് അതുകൊണ്ട് ജീവിക്കാൻ തയ്യാറല്ലായിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, യബ്ബേസ് ആ വ്യസനപുത്രൻ എന്ന പേര്, ആ ദുഃഖം എന്ന മാതാവിട്ട നെഗറ്റീവ് വാക്ക് അവൻ്റെ സ്വന്തം വാക്കുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അവൻ ഭാവിയെ മാറ്റി, അതിരുകളെ വിശാലമാക്കി. പേര് അവനൊരു അതിരായിരുന്നെങ്കിൽ, അമ്മയിട്ട പേര്, അമ്മ അതിന് കൊടുത്ത ആശയം, ആ വാക്കിൻ്റെ മേൽ കിടന്ന അർത്ഥം അവൻ്റെ അതിരുകൾക്കകത്തൊരു ഞെരുക്കമായിരുന്നെങ്കിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ അതിരുകൾക്കകത്തൊരു സംഘർഷമായിരുന്നെങ്കിൽ, സഹോദരന്മാരുടെ ഇടയിൽ അവനൊരു നിന്ദയായിരുന്നെങ്കിൽ, അതിൻ്റെ എല്ലാ കവനന്റുകളും ആ മനുഷ്യൻ പൊട്ടിച്ചത് പേരുമാറ്റിയല്ല, ആ പേരുമായി ബന്ധപ്പെട്ട് നിന്ന ചില കവനന്റുകളെ പൊട്ടിച്ചുകൊണ്ടാണ്. ദൈവമേ, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ഇത് ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ പേരെന്താണെന്നുള്ളതല്ല. പലരും എന്നോട് പറഞ്ഞു, മിസ്റ്റർ ദീപോ, നിങ്ങളുടെ പേരിന്റെ കൂടെ കിടക്കുന്ന കൃഷ്ണ
എടുത്തു മാറ്റുന്നില്ലേ? ഞാൻ ചോദിച്ചു വൈ? അപ്പോൾ ആ സാധനം നിന്നെ കയറി അറ്റാക്ക് ചെയ്യും. ഞാൻ മുമ്പത്തെ സ്വഭാവമാണ് ഇങ്ങനെ പറഞ്ഞേനെ, അത് നിങ്ങളുടെ വിശ്വാസപ്രകാരം. നിങ്ങൾക്കായിരിക്കും ആ സാധനത്തിനെ പേടി, എനിക്ക് ആ സാധനത്തിനെ പേടിയില്ല. എൻ്റെ പേര് മാറുമ്പോഴല്ല, പേരിൻ്റെ മേൽ എന്തെങ്കിലും ഒരു ആശയങ്ങളോ അല്ലെങ്കിൽ ആശയമല്ല, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻസ്, കവനന്റുകൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. നിങ്ങൾ പഠിച്ച പള്ളിക്കൂടത്തിലല്ല ഞാൻ പഠിച്ചതും, ആ മാസ്റ്റർ അല്ല എന്നെ പഠിപ്പിച്ചതും. എന്നെ പഠിപ്പിച്ച മാസ്റ്റർ വേറെയാണ്. നിങ്ങൾ പഠിച്ച മാസ്റ്റർ സർട്ടിഫിക്കറ്റ് തരുന്ന മാസ്റ്റർ ആയിരിക്കും. എന്നെ പഠിപ്പിച്ചത് ആത്മാവ് പകരുന്ന മാസ്റ്ററാണ്, അഭിഷേകം പകരുന്ന മാസ്റ്ററാണ്, അപ് ടു ഡേറ്റ് ആയി ഓരോ കാര്യങ്ങൾ അറിയിച്ചു തരുന്ന മാസ്റ്ററാണെന്ന് ഞാൻ മുന്നേ ആണെങ്കിൽ പറഞ്ഞേനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പേരൊന്നും മാറ്റിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നല്ല പിള്ള ചമയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേര് അവിടെ കിടക്കും, അതെൻ്റെ സാക്ഷ്യമാണ്. പക്ഷേ അതെന്നെ ഭരിക്കത്തില്ല. അത് മനസ്സിലായോ നിങ്ങൾക്ക് ആ കാര്യം എന്താന്ന്? അങ്ങനെ ആത്മീയ പേടിത്തൊണ്ടന്മാർ വലിയ തലപ്പത്തൊക്കെ ഇരിപ്പുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. ആത്മീയ പേടിത്തൊണ്ടന്മാർ ഭൂതത്തെ കണ്ടാൽ അപ്പോൾ തന്നെ അങ്ങ് പൊതിഞ്ഞു കെട്ടി പോട്ടെ, പിതാവിൻ്റെ മുതന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സമാധാനപ്പെടുക എന്ന് പറഞ്ഞു വിടും. പക്ഷേ ചിലതൊക്കെ മുന്നിലേക്ക് വന്നാൽ പേടിച്ച് പുറകിലേക്ക് പോകാനല്ല, നീ എല്ലാ കാലവും പേടിയായിരിക്കും. എന്നാൽ അതിൻ്റെ നേരെ ആത്മാവിൽ പടവെട്ടാനുള്ളൊരു അധികാരം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന ബോധ്യമാണ് ആളെ മാറ്റുന്നത്. ആ സാധനം തിരിച്ചടിക്കൂ എന്നുള്ള പേടിയല്ല, അതിനെ ഇനി ഒരിക്കലും അടിക്കാൻ പറ്റാത്ത പോലെ അടിക്കാൻ ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കുന്നിടത്താണ് ജീവിതം മാറുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. അതിൻ്റെ കവനന്റ് കട്ട് ചെയ്തു. യബ്ബേസ് പറഞ്ഞു, ദൈവമേ നീ എൻ്റെ അതിരുകളെ വിശാലം. പ്രാർത്ഥന കൊണ്ട്, വാക്കുകൊണ്ട് എന്തുവാ? വാക്കുകൊണ്ട്. അമ്മ ഒരർത്ഥം കൊടുത്തു പേരിന്, ഇനി മകൻ മറ്റൊരർത്ഥം തൻ്റെ ജീവിതത്തിന് കൊടുക്കുകയാണ്. കമോൺ, ഞാനൊരു ദൂത് പറയാം. പലരും നിങ്ങളുടെ ജീവിതത്തിന് പല അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന്, നിങ്ങളുടെ ഭാവി എങ്ങനെ പോകണം, നിങ്ങൾ എങ്ങനെ തകർന്നു പോകണമെന്നൊക്കെ പലരും ചട്ടം കെട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഈ മെസ്സേജിന്റെ മധ്യത്തിൽ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകുക. യബ്ബേസ് പ്രാർത്ഥന കൊണ്ട് അടുത്ത ഒരർത്ഥം തൻ്റെ ജീവിതത്തിൽ കൽപ്പിച്ചതുപോലെ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ വായിലെ വാക്കുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ആലോചന കൊണ്ട്, വചനം കൊണ്ട് അടുത്തൊരർത്ഥം നിങ്ങൾക്ക് കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമാണ്. എൻ്റെ സമയം ഒത്തിരി മുൻപോട്ട് പോയത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ചില വാക്കുകൾ, ചില ആലോചനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ശത്രു അപഹരിച്ചു കൊണ്ടുപോയത് ഇന്ന് നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. യബ്ബേസ് പ്രാർത്ഥന കൊണ്ട് തന്റെ ഭാവി മാറ്റിയതുപോലെ, യബ്ബേസ് പ്രാർത്ഥന കൊണ്ട് തന്റെ ഭാവിയും അതിരും മാറ്റിയതുപോലെ, അതിരുകൾക്കകത്തുള്ള സംഘർഷം യബ്ബേസ് പ്രാർത്ഥിച്ചു മാറ്റിയതുപോലെ ഇന്ന് നിന്റെ വീടിന്റെ അതിരുകൾക്കകത്ത്, ഭവനത്തിന്റെ അതിരുകൾക്കകത്ത്, ഹൃദയത്തിന്റെ അതിരുകൾക്കകത്ത്, മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില സംഘർഷങ്ങളെ പരിശുദ്ധാത്മാവ് തുടച്ചു നീക്കാൻ പോകുവാണ്. പ്രതികരണശേഷിയുള്ളവർ, ആത്മാവുള്ളവർ ഇന്നൊന്ന് വെളിപ്പെടുത്തി, അതിനെ ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ. ആത്മീയ അധികാരം ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ, ആത്മീയ സന്തോഷം ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ അത് വെളിപ്പെടുത്താൻ തയ്യാറായാൽ ശത്രു വെളിപ്പെടുത്തിയത് സകലതും തകർന്നിരിക്കും. പ്രതികരിക്കുക. ചില നിലപാടുകൾ മാറി തുടങ്ങുന്നു. ചില പ്രൊമോഷൻസിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രൊമോഷൻസിനെ തടഞ്ഞു വെച്ചത് ദൈവം റിലീസ് ചെയ്യാണ്. പ്രാർത്ഥിച്ചേ ദൈവമക്കള്, പ്രാർത്ഥിച്ചേ. മറ്റുള്ളവർ നമ്മുടെ പ്രതികൂലമായി പറഞ്ഞ വാക്കുകൾ, നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ കൊണ്ട് നിൽക്കുന്ന ചില കാലതാമസങ്ങൾ, വിടുതലിനുള്ള കാലതാമസം, യാത്രയ്ക്കുള്ള കാലതാമസം, സൗഖ്യത്തിനുള്ള കാലതാമസം, അനുഗ്രഹത്തിനുള്ള കാലതാമസം, വ്യത്യാസങ്ങൾക്കുള്ള കാലതാമസം എല്ലാം പൊട്ടട്ടെ. ഒരു ജയത്തോടെ നിന്നെ പുതുവർഷത്തിലേക്ക് ആത്മാവ് കടത്തുക. ഒരു ജയത്തോടെ പുതിയ മാസത്തിലേക്ക്,
ജയത്തോടൊരു പുതിയ ദിവസത്തിലേക്ക് ദൈവാത്മാവ് കടത്താൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ മേൽ വലിയ വിടുതലിന്റെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട്. കമോൺ, ചില വ്യക്തികളൊക്കെ കർത്താവ് സ്പർശിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച വിഷയത്തിന്റെ മേൽ വാക്കുകൊണ്ട് തടയപ്പെട്ട് നിൽക്കുന്നതിനെ ദൈവത്തിന്റെ വാക്കുകൊണ്ട് റിലീസ് ചെയ്യുകയാണ്. കമോൺ കമോൺ കമോൺ. എനിക്ക് കാണാൻ ചിലരെ കർത്താവ് തൊടുന്നു. അത് റിലീസിംഗ് നടക്കുകയാണ്, റീഓപ്പണിംഗ് നടക്കുകയാണ്. അടച്ചു പൂട്ടിയ ചില സ്ഥാപനങ്ങൾ, അടച്ചുപൂട്ടാറായ ചില സ്ഥാപനങ്ങൾ കർത്താവ് എന്നെ കാണിക്കുന്നത് 2 പാളി തുറന്നു വെക്കേണ്ടടുത്ത് ഒരു പാളി മാത്രം അടച്ച് ഒരു പാളി മാത്രം തുറന്നു വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഉടനെ അത് പൂട്ടുന്ന, ഉടനെ അത് അടച്ചിടുമെന്ന, ഉടനെ അത് അടപ്പിക്കുമെന്ന. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു അത് ദൈവം പൂർണ്ണതയോടെ തുറക്കും. അതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ സ്ഥാപനം ഉടനെ അടയ്ക്കും, ഈ മാസം കൂടെ നടത്തിയിട്ട് അങ്ങ് അടയ്ക്കും എന്ന ഒരു ചിന്തയിലിരിക്കുന്ന ഏതോ ഒരു കുടുംബത്തോട് ദൈവാത്മാവ് പറയാണ്, നിന്നെ തുറപ്പിച്ചത് അടയ്ക്കാനല്ല, അതിന്റെ ഒരു പാളി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ കർത്താവ് പറയുന്നു, നീ 2 പാളിയും തുറന്നിട്ട് പൂർണ്ണ അളവിൽ അതിനകത്ത് വ്യാപാരം ചെയ്യത്തക്ക നിലയിൽ അതിനകത്ത് ദൈവം ആളെ അയക്കും. കമോൺ 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 കമോൺ. ചിലയിടം ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് അടച്ചത് ദൈവത്തിന്റെ വായിലെ വാക്കുകൊണ്ട് തന്നെ കർത്താവ് തുറക്കുന്നു. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. ചില ഇടിഞ്ഞ മേഖലകളെ കർത്താവ് പണിയും. വാക്കുകൾ കൊണ്ട്, അധരം കൊണ്ട് പടവെട്ടി ജീവിതത്തെ അർത്ഥശൂന്യമാക്കിയിട്ടിരിക്കുന്ന ചില ജീവിതങ്ങളിലേക്ക് സ്വർഗം പുതിയൊരു അർത്ഥം കൽപ്പിക്കുകയാണ്. In the Spirit of God, in the Spirit of God, in the Spirit of God, in the Spirit of God. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന നെഗറ്റീവ് വാക്കുകൾ, ഞങ്ങളുടെ തന്നെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾക്ക് വിരോധമായ വാക്കുകൾ, ഞങ്ങളുടെ തലമുറകൾക്കെതിരെ പറഞ്ഞ വാക്കുകൾ, ജീവിത പങ്കാളിക്കെതിരെ പറഞ്ഞ വാക്കുകൾ, ജീവിതത്തിന് നേരെ പറഞ്ഞ വാക്കുകൾ, ഭാവിക്ക് നേരെ പറഞ്ഞ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആക്കുന്നു. Come on, ഏറ്റുപറ. വിടുതലെടുക്ക. എനിക്ക് കാണാൻ വ്യക്തമായി കർത്താവ് ചിലരെ ശക്തിയോടെ തൊടുന്നു. ചില കൈകളുടെ മേൽ നിന്ന് ശാപം കുടഞ്ഞു കളയുന്നു. ചില ശരീരങ്ങളെ കർത്താവ് തൊടുന്നു. സൗഖ്യങ്ങൾ ആരംഭിക്കട്ടെ, വിടുതലുകൾ ആരംഭിക്കട്ടെ. ഓ ഫയർ. In the name of Jesus. അസാധാരണ ദൈവത്തിന്റെ തീ, ആത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ തീ ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപിക്കട്ടെ, ഈ യൂട്യൂബ് ചാനലിൽ വ്യാപിക്കട്ടെ. എല്ലാ നെഗറ്റീവ് വാക്കും ക്യാൻസൽ ആക്കുന്നു, നെഗറ്റീവ് സൈറ്റും ക്യാൻസൽ ആക്കുന്നു, നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാഴ്ചകളെയും തകർത്ത് കളയുന്നു, വാക്കുകൾ തകർത്ത് കളയുന്നു. അത്ഭുതത്തിന്റെ തീ, ജയത്തിന്റെ തീ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 ദിക്കിലും വാക്കുകൾ കൊണ്ട് ശത്രു കെട്ടിയ തടസ്സ മതിലുകളെ യേശുവിന്റെ നാമത്തിൽ പൊളിക്കുന്നു. തുറകണേ. പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ കർത്താവ് തൊടുന്നുണ്ട്, അവരെ കർത്താവ് സ്വതന്ത്രമാക്കുന്നുണ്ട്, അവരെ കർത്താവ് ഫ്രീ ആക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജീവിതം മാറുന്ന ദിനമെന്ന് തിരിച്ചറിയുന്നവരുണ്ട്. നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ട്. നിന്നെ ആ ദൈവം തൊടുന്നത്, നിന്നെ ആ ദൈവം സ്പർശിക്കുന്നത് ഈ സമയം അത് സംഭവിക്കുന്നു. തീ വ്യാപിക്കട്ടെ.
വ്യാപിക്കട്ടെ, തീ വ്യാപിക്കട്ടെ. എല്ലാം റിസ്റ്റോർ ആകട്ടെ. ഈ വർഷം ശത്രു അപഹരിച്ചത്, ശത്രു എടുത്തുകൊണ്ട് പോയത്, ശത്രു കവർന്നെടുത്തത് യേശുവിന്റെ നാമത്തിൽ റിസ്റ്റോർ. അത് പ്രഖ്യാപിക്കുന്നു. തിരിച്ചു വരട്ടെ. മങ്ങലേറ്റിരിക്കുന്ന എല്ലാ മേഖലകളുടെ മേലും പുതുജീവൻ ഡിക്ലെയർ ചെയ്യുന്നു. എല്ലാ സാമ്പത്തിക ഉറവിടങ്ങളും അത്ഭുത ശക്തിയാൽ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലകളെ ഞെരുക്കിയത്, സാമ്പത്തിക മേഖലകളെ അടച്ചത്, സാമ്പത്തിക മേഖലകളിൽ ഒരു പ്രകാശം വരാതെ മറനിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയോടെ തുറക്കുകയാ. പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. റിസ്റ്റോറേഷൻ നടക്കുന്നു. എല്ലാ തൊഴിലില്ലായ്മയും പരിഹരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ശക്തി വ്യാപിക്കുന്നു. ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു, ചിലർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നു. ദാനിയേലിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങിയത് ഒന്നല്ല രണ്ടാണ്. നിനക്ക് വേണ്ടി അസംഖ്യം ദൂതന്മാർ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ എങ്കിൽ സ്വർഗം അത് ഇന്ന് കൽപ്പിച്ചയക്കും. ഏഞ്ചൽസ് വിസിറ്റിംഗ് നടക്കുകയാണ്. വ്യക്തമായി അത് തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ട്. ഏഞ്ചൽസിന്റെ ഹെൽപ്പ് ഇന്ന് ഇതിനകത്ത് സംഭവിക്കണമെങ്കിൽ അത് കർത്താവ് ചെയ്തിരിക്കും. ചിലടത്ത് ദേശാധിപതി തടസ്സമായി നിൽക്കുന്നെങ്കിൽ അത് നിന്റെ കൈക്ക് തീരത്തില്ലെങ്കിൽ നിനക്ക് വേണ്ടി ദൂതന്മാരെ അസൈൻ ചെയ്യാൻ എന്റെ ദൈവം ശക്തൻ. അവൻ ശക്തനത്രേ. പ്രാർത്ഥിക്കുക. അസാധാരണമാകുന്ന ദൈവശക്തി, അസാമാന്യമാകുന്ന ദൈവീയ ഇടപെടൽ. ഓ മൈറ്റി ഗാഡ്. ചില കുടുംബങ്ങൾ ഫ്രീ ആകുന്നു, ചില സോൾ ഫ്രീ ആകുന്നു, ചില ഓർഗൻസ് ഫ്രീ ആകുന്നു, ചില മൈൻഡ് ഫ്രീ ആകുന്നു, സ്പിരിറ്റ് ഫ്രീ ആകുന്നു. Right now എല്ലാ വാക്കിന്റെ ശാപങ്ങളും ക്യാൻസൽ ആക്കുന്നു. എല്ലാ ശാപവാക്കും ക്യാൻസൽ ആക്കുന്നു. എല്ലാ ദോഷവാക്കും ക്യാൻസൽ ആക്കുന്നു. എല്ലാ നിഷേധാത്മകമാകുന്ന വാക്കുകളും ക്യാൻസൽ ആക്കുന്നു ലൈഫിൽ. അധികാരമുള്ള നാമമേ. നിങ്ങളൊന്ന് പരിശോധിച്ചേ. ആ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നൊന്ന് പരിശോധിച്ചേ. ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചേ. അപ്പ നിന്റെ കൂടെ ചേർന്ന് നിപ്പില്ലേ എന്നൊന്ന് സ്പർശിക്കാൻ ശ്രമിച്ചേ. ഒന്ന് തിരിച്ചറിയാൻ നോക്കിയേ. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് അവിടുന്ന് നിന്റെ അടുത്ത് ആസന്നനായി നിപ്പില്ലേ എന്നൊന്ന് സ്പർശിക്കാൻ നോക്കിയേ. പെറ്റമ്മ നിന്നെ കൈവിട്ടാലും, ഉറ്റവർ നിന്നെ തള്ളിക്കളഞ്ഞാലും, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നാളെയല്ല, അടുത്ത വർഷമല്ല, ഇന്ന് ഈ സമയം നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് നിനക്കറിയാൻ കഴിയുന്നില്ലേ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കിയേ. നീ കരയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അടുത്തുള്ളത് കൊണ്ടാണ്. വാക്കുകൾ നിന്നെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സാന്നിധ്യം നിന്റെ അടുത്തുള്ളത് കൊണ്ടാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ പദങ്ങൾ നിന്നെ തലോടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുന്ന് നിന്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു നിലപാടിലേക്ക് വരിക. നിന്റെ നേരെ പറയുന്ന ഓരോ വാക്കും നിന്റെ ആത്മീയ ജീവിതത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. നിങ്ങളുടെ ഭൗതികമാകുന്ന തടസ്സങ്ങളുടെ പിന്നിലെ കാരണം ആത്മീയമാകുന്ന കാരണങ്ങളാണ്.
നിന്റെ ജീവിതത്തിന്റെ ഓരോ വഴിയും അടയ്ക്കുന്നതിന്റെ കാരണം നിന്റെ ആത്മീയ പുരോഗതിയെ തടയണമെന്നുള്ളത് കൊണ്ടാണ്. നിലപാടുകൾ എടുക്കുക. ഇനി ഞാൻ മൗനമായി ഇരിക്കത്തില്ല, ഇനി ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുകയാണ്, എൻ്റെ മനസ്സ് കർത്താവിനായി സമർപ്പിക്കുകയാണ്. ലോകത്തിനകത്ത് എൻ്റെ മനസ്സ് പെട്ടുപോകത്തില്ലെന്ന്, പാപത്തിനകത്ത് ഇനി എൻ്റെ മനസ്സിനെ ഞാൻ പണയം വെക്കത്തില്ലെന്ന്, ഒരാസക്തികൾക്കകത്തും എൻ്റെ മനസ്സിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന്, ഒരു സുഖങ്ങൾക്കും ഞാൻ എൻ്റെ അവയവങ്ങളെ ദാനം ചെയ്യുകയില്ല എന്ന്, ദൈവഹിതമില്ലാത്ത ഒരു സുഖങ്ങൾക്കും ഒരു എൻഗേജ്മെന്റ്സിനും ഞാൻ എന്നെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവനെയും വിടുകയില്ലെന്ന് ഒരു തീരുമാനമെടുക്കുക. പറ, എന്നെ റിസ്റ്റോർ ചെയ്യണമേ, എന്നെ റിസ്റ്റോർ ചെയ്യണമേ. പഴയ വീഞ്ഞുകൊണ്ടല്ല, പഴയ വീഞ്ഞുകൊണ്ടല്ല, പഴയ വീഞ്ഞുകൊണ്ടല്ല. ഒന്ന് നോക്കിക്കേ, പഴയ വീഞ്ഞുകൊണ്ടല്ല, പുതിയ വീഞ്ഞുകൊണ്ട് നിന്റെ പാത്രത്തെ ദൈവം നിറയ്ക്കും, നിന്റെ പാത്രത്തെ ദൈവം നിറയ്ക്കും. പുതിയ വീഞ്ഞുകൊണ്ട്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല, പുതിയ വീഞ്ഞുകൊണ്ട്. ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്തേ, പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞുകൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുക. പ്രാർത്ഥിക്കുക. In the name of Jesus. പ്രാർത്ഥിക്കുക. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പേരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ മീതെ ഉയർന്നാലും നടന്നിടും പേരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മക്കളാണ്, അങ്ങാണ് ഇവരോട് സംസാരിച്ച ഓരോ വചനവും ഞാൻ എൻ്റെ ജനവും താഴ്മയോടെ ഏറ്റെടുക്കുന്നു. പ്രിയ പിതാവേ, അവിടുത്തെ ആത്മാവിനാൽ, ശക്തിയാൽ ഇന്ന് ഞങ്ങൾ ബലപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച ഓരോ വാക്കും കർത്താവേ ജീവനും ചൈതന്യവും ഉള്ളതാകുന്ന കർത്താവേ, ഈ വാക്കിനായി സ്തോത്രം. അവിടുന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഓരോ ജനത്തെയും ഞാനിപ്പോൾ ഇവർക്കായി പ്രാർത്ഥിക്കുകയാണ് ഡാഡി. ഈ യൂട്യൂബിലുമാകട്ടെ, സൂമിലാകട്ടെ, ഓരോ ജനത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഒരു റേമ പുറപ്പെടട്ടെ, ഇവരുടെ ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കട്ടെ. ഇവരെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്ന എല്ലാ ബ്ലോക്കും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അൺബ്ലോക്ക് ആകട്ടെ. ഇവരെ മുന്നോട്ട് വിടാത്ത നിലയിൽ നിർത്തിയിരിക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അൺബ്ലോക്ക് ആകട്ടെ. ഇവർ വിടുവിക്കപ്പെട്ട ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ചൈതന്യം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കളുടെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ആമേൻ. ഒരു റിസ്റ്റോറേഷൻ ഈ ജനത്തിന്റെ മേൽ വരട്ടെ. ഇപ്പോൾ ആരൊക്കെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ അത് ആഗ്രഹിക്കുന്നു, ആരൊക്കെ ആമേൻ പറയുന്നു, ആരൊക്കെ ദൈവ സാന്നിധ്യത്തെ തിരയുന്നു, അവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ പുറപ്പെട്ടു ചെല്ലട്ടെ. അപ്പാ, അത് ചെയ്തതിനായി നന്ദി. മഹത്വവും മാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഒരുമിച്ച് പറയാം, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവമക്കളെ. ദൈവം വലിയ അത്ഭുതങ്ങൾ എനിക്കത് വ്യക്തമായിട്ട് അറിയാം, എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. വലിയ അത്ഭുതങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും
സമയം ഈ മീറ്റിംഗ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ ആത്മാവിൻ്റെ ഒഴുക്ക് അസാധാരണവും അസാമാന്യവുമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കിട്ടാറില്ല ഈ ഒരു അതങ്ങനെയാണ്. എല്ലാ ദിവസവും കിട്ടാറില്ല. എല്ലാ ദിവസവും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മൾ സമയം നോക്കി ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നാളെ ആ ഒരു സാന്നിധ്യം കിട്ടാൻ നമ്മൾ തുഴഞ്ഞാലും കിട്ടത്തില്ല. സോ ഇന്നത്തെ മീറ്റിംഗ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മീറ്റിംഗാണ്. ഇന്നത്തെ മെസ്സേജ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മെസ്സേജാണ്. സോ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് വാച്ച് ചെയ്യാൻ പറയണം. ഏത് വർഷം കേട്ടാലും ഈ സന്ദേശം ക്രിയ ചെയ്യുന്ന സന്ദേശം അത് ദൈവം അടയാളപ്പെടുത്തിയതാട്ടോ. ഞാൻ അടയാളപ്പെടുത്തിയല്ല, ദൈവം അടയാളപ്പെടുത്തിയതാണ്. എപ്പോൾ കേട്ടാലും അന്ന് ക്രിയ ചെയ്യുന്ന വേർഡായിരിക്കും. ഈ വേർഡിന് പഴമയില്ല. ഈ വേർഡ് നമ്മൾ ഇന്ന് എടുത്ത് നിന്നായിരിക്കും. പക്ഷേ ഈ വേർഡിന് പഴക്കം തട്ടത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ വേർഡിനുണ്ട്. കാരണം ഇന്നത്തെ മെസ്സേജ് അങ്ങനത്തെ ഒരു മെസ്സേജാണ്. എനിക്കറിയാം ഒരുപാട് ജീവിതങ്ങളിൽ ഇന്ന് കുരുക്കുകൾ അഴിഞ്ഞിട്ടുണ്ട്. ഇൻവിസിബിൾ റിലത്തിൽ കിടക്കുന്ന കുരുക്കുകളൊക്കെ അഴിഞ്ഞിട്ടുണ്ട്. ചില ബ്ലോക്കുകളൊക്കെ അൺബ്ലോക്ക് ആയിട്ടുണ്ട്. ചില മ്യൂട്ടൊക്കെ അൺമ്യൂട്ട് ആയിട്ടുണ്ട്. അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അടയാളങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 റെഗുലറായി ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മോർണിംഗ് മെസ്സേജും ഈവനിങ് സർവീസുമായിട്ടൊക്കെ നടന്നു വരുന്നു. എല്ലാ ദിവസവും നിങ്ങളെ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അധികമായി ബലപ്പെടുത്തട്ടെ. സൂമിലും യൂട്യൂബിലുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നടക്കുന്നു. നിങ്ങളുടെ സൗകര്യാർത്ഥം സൂമിലാണോ യൂട്യൂബിലാണോ നിങ്ങൾ ജോയിൻ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. അത് ഞങ്ങളുടെ ചാനലിനൊരു വളർച്ചയ്ക്ക് സഹായിക്കും. ഒരുപാട് പേരിലേക്ക് ആ ദൈവത്തിൻ്റെ വചനം എത്തുന്നതിന് നിങ്ങളുടെ ഷെയറിങ്സും സഹായിക്കും. വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. നമുക്കടുത്ത ദിവസം കാണാം. അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് അതുവരെ നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.